നേരത്തെ ഫൈസൽ ഉസ്താദ് ഷെയ്ഖ് സുലൈമാൻ റുഹൈലിയുടെ സംസാരം കേൾപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ വിശദംകാർ പറയുന്ന അതേ ആശയമാണ് ഷെയ്ഖ് സുലൈമാൻ റുഹൈലി പറയുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. യഥാർത്ഥത്തിൽ ആ ഷെയ്ഖിനോട് വളരെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന, അയാളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു ഫത്വ വാങ്ങിക്കുകയാണ് ചെയ്തത്. ചോദ്യം ആ ഷെയ്ഖ് ഇവർ കൊടുത്ത ചോദ്യം വായിച്ചല്ലോ. നാട്ടിലുള്ള പ്രശ്നം യാ ഇബാദുള്ള എന്ന ദുർബല ഹദീസുമായി ബന്ധപ്പെട്ടാണെന്നും ഇമാം അഹമ്മദിനെ പോലെയുള്ള പണ്ഡിതന്മാരെയൊക്കെ മുശ്രിക്കാക്കുകയാണ് എന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ ചെയ്തത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ. സഹോദരന്മാരെ, കത്തബഹു അബ്ദുറഹ്മാൻ എന്ന പേരിൽ കുപ്രസിദ്ധനായ റിയാദിലെ പ്രബോധകനായ അബ്ദുറഹ്മാൻ സലാഹിയാണോ ഫസാദിയാണോ എന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ, അദ്ദേഹത്തിൻ്റെ സംസാരത്തിലൂടെ ഏതൊരാൾക്കും ബോധ്യപ്പെടും. ഈ വീഡിയോ കണ്ട് അവസാനിക്കുമ്പോഴേക്കും നിങ്ങൾക്കും ഇത് ബോധ്യപ്പെടും. അതുകൊണ്ട് തന്നെ ഇവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇദ്ദേഹം ഇപ്പോൾ ബഹുമാന്യനായ ഫൈസൽ മൗലവിയുടെ പേരിൽ ഒരു ആക്ഷേപമായി ഉന്നയിക്കുന്നത് ഷെയ്ഖ് സുലൈമാൻ റുഹൈലിയോട് എഴുതി ചോദിച്ചത് നാട്ടിലെ വിവാദം യാ ഇബാദുള്ളയുമായി ബന്ധപ്പെട്ടതാണ് എന്ന നിലക്കാണ് ഫൈസൽ മൗലവി എഴുതി ചോദിച്ചത്. അത് ആളുകളെ കബളിപ്പിക്കുകയും വഞ്ചിക്കുകയും പറ്റിക്കുകയുമാണ് ചെയ്യുന്നത് എന്ന അർത്ഥത്തിലൊക്കെയാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. വാസ്തവത്തിൽ ഇദ്ദേഹമാണ് ആ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം ചെയ്യുന്ന ചതിയും വഞ്ചനയും ആളുകൾക്ക് തിരിച്ചറിയാതിരിക്കാൻ കള്ളൻ മറ്റനെ നോക്കി വളനെന്ന് വിളിക്കുന്നത് പോലെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനമെന്നത് ബോധ്യപ്പെടാൻ ഇദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിലൂടെ ഞാനത് നിങ്ങളെ തെളിയിച്ചിരിക്കും, നിങ്ങൾക്കത് ബോധ്യപ്പെടുത്തിയിരിക്കും. ഇദ്ദേഹം 2012 റിയാദിലെ ഇസ്ലാഹി സെൻറ്ററിൻ്റെ മദ്രസ ഓഡിറ്റോറിയത്തിൽ എക്സിക്യൂട്ടീവ് മെമ്പർമാർക്ക് വിളിച്ചു ചേർത്തുകൊണ്ട് അദ്ദേഹം ഈ വിഷയത്തിൽ 2012 ജനുവരിയിൽ വാ തുറന്ന അന്ന് മുതൽ ഏറ്റവും ആദ്യമായി ഈ വിഷയത്തിൽ സംസാരിക്കുന്നത്, പരസ്യമായി സംസാരിക്കുന്നത് ഈ 2012 ഇസ്ലാഹി സെൻറ്ററിൻ്റെ മദ്രസ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. അന്ന് അദ്ദേഹം ജബ്ബാർ മൗലവി ഇസ്ലാഹ് മാസികയിൽ ലേഖനം എഴുതിയിട്ടുള്ളത് അതിനുള്ള ധൈര്യം യാ ഇബാദല്ല എന്ന ഹദീസ് വന്നതുകൊണ്ടാണ്. ആ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ജബ്ബാർ മൗലവി അങ്ങനെ എഴുതിയിട്ടുള്ളത് എന്ന് ഇദ്ദേഹം തന്നെ പറയുന്നത് നിങ്ങൾ കേട്ടു നോക്ക് സഹോദരന്മാരെ. അപ്പോൾ ഇവിടെ നാട്ടിലെ വിവാദങ്ങൾക്ക് യാ ഇബാദല്ലയുമായി ബന്ധമില്ല എന്ന് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നു. അതെന്തിനാണത്? ഇതുപോലുള്ള അറബ് പണ്ഡിതന്മാർക്കിടയിലും നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാർക്കിടയിലും കാലങ്ങളോളമായി നമ്മൾ പറഞ്ഞു പോന്നിട്ടുള്ളൊരു മറുപടിയുണ്ട്. ആ വിഷയത്തിൽ നിന്ന് തെന്നിമാറി ഇവരെപ്പോലുള്ള ആളുകൾ 2012 ഒരു പുതിയ ആശയം കൊണ്ടുവന്നുകൊണ്ട് യാ ഇബാദല്ല അത് ദുർബലമായ ഹദീസാണ്, ആ ദുർബലമായ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ അമല് ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ വ്യാപകമായി ആളുകളെ കബളിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്ത ആ കാലഘട്ടത്തിൽ ഇദ്ദേഹം അന്ന് പറഞ്ഞതാണിത്. എന്ത്? ജബ്ബാർ മൗലവി ഇസ്ലാഹ് മാസികയിൽ ലേഖനം എഴുതിയത് യാ ഇബാദല്ല എന്ന ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതിൻ്റെ ധൈര്യത്തിലാണ്, അതാണ് അതിന് കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഇസ്ലാഹി സെൻറ്ററിലെ മെമ്പർമാരെ വിളിച്ചു ചേർത്തി അന്ന് അദ്ദേഹം പറഞ്ഞത് കളവായിരുന്നോ, ആളുകളെ കബളിപ്പിച്ചതായിരുന്നോ, വഞ്ചിച്ചതായിരുന്നോ എന്ന് സലാഹി നിങ്ങൾ മറുപടി പറയണം. ഈ യഥാർത്ഥത്തിൽ ഇവിടെ സന്ദർഭത്തിനനുസരിച്ച് വാക്കുകൾ മാറ്റുകയും ആശയങ്ങൾ മാറ്റുകയും പറഞ്ഞത് മാറ്റിപ്പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന, യാതൊരു സത്യസന്ധതയും ഇല്ലാത്ത, നാളെ പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന ബോധമില്ലാതെ സംസാരിക്കുന്ന ഇവനെപ്പോലുള്ള പ്രബോധകന്മാർ നാളെ വരുമെന്നതുകൊണ്ടാണോ? ഇവരെപ്പോലുള്ള സത്യം അറിഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന ഇവരെപ്പോലുള്ള പണ്ഡിതന്മാരെ നാളെ നാവ് തൂക്കിയിട്ട് നായ്ക്കളെ പോലെ എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചത് അതുകൊണ്ടാണോ എന്ന് ഞാൻ ന്യായമായും സംശയിക്കുകയാണ്. അള്ളാഹുവെ, ഇത്തരത്തിലുള്ള ഷെറുകളിൽ നിന്ന് അള്ളാഹുവെ നമ്മളെ കാത്തു രക്ഷിക്കണമേ. ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിങ്ങൾ കേൾക്കുക സഹോദരന്മാരെ, എന്നിട്ട് നിങ്ങൾ വിലയിരുത്തുക ഇവൻ്റെയൊക്കെ എന്ത് നസിഹത്താണ് ഇവനൊക്കെ ഉള്ളത്, എന്ത് നസിഹത്തും സത്യസന്ധതയുമാണ് ഇവൻക്കൊക്കെ ഉള്ളത് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ ഇദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ കേൾക്കുക. ഇദ്ദേഹം മാത്രമൊന്നുമല്ല, പല ആളുകളും യാ ഇബാദല്ലയാണ് വിഷയമെന്ന് സംസാരിക്കുന്നതിന് വ്യക്തമായ രേഖകൾ നമ്മുടെ കൈകളിലുണ്ട് സഹോദരന്മാരെ. അത് നിങ്ങൾ കേട്ടു നോക്ക്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ എന്താണ് ഇതിന് കാരണം എന്നറിയാം. ഇങ്ങനെ പറയാൻ കാരണം ഈ പറഞ്ഞത് ഒരു റിപ്പോർട്ടിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. ഇത് അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിങ്ങനെ പറയാനുള്ള ധൈര്യം. അതെന്താണത്? പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടങ്ങുന്ന ഒരാൾ പരിസരത്ത് ആരെ ശബ്ദവും കേൾക്കുന്നില്ല, ആരെയും കാണുന്നില്ല. ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും, അത് ജിന്ന്, മലക്ക്, മനുഷ്യൻ, അവർ എന്നെ സഹായിക്കട്ടെ എന്ന് വിചാരിച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചാൽ അതിൽ അഭൗതികതയും ശിർക്കും ഇല്ല. അപ്പോൾ കേട്ടല്ലോ സഹോദരന്മാരെ, ഇദ്ദേഹം 2012 ജനുവരിയിലാണ് ഇത് പറയുന്നത്, പ്രസംഗിക്കുന്നത്. ഈ എക്സിക്യൂട്ടീവ് മെമ്പർമാരെ വിളിച്ചു വരുത്തിയിട്ട് അവിടെ വെച്ച് പറഞ്ഞ വർത്തമാനമാണ് എന്ത്? ജബ്ബാർ മൗലവി ഇസ്ലാഹ് മാസികയിൽ ഇങ്ങനെ എഴുതാനുള്ള കാരണം, ധൈര്യം ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ ഇസ്ലാഹ് മാസികയിലെ പകൽ വെളിച്ചം എടുത്ത് വായിക്കുന്നത്. അപ്പോൾ സഹോദരന്മാരെ, ഇത് വളരെ വ്യക്തമാണ്. 2012
ഈ അബ്ദുറഹ്മാൻ സലാഹി തന്നെ ഇസ്ലാഹ് മാസികയിൽ ഈ ലേഖനം എഴുതിയിട്ടുള്ളതിന് കാരണം ആ ഹദീസാണ്. യാ ഇബാദല്ലാ എന്ന് പറയുന്ന ഒരു ഹദീസ് വന്നിട്ടുണ്ട്, ആ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിങ്ങനെ പറയുന്നത്, അതാണ് അതിന് കാരണം, അതാണ് അതിന് ധൈര്യം വന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അന്ന് ജനങ്ങളെ കബളിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. എന്നാൽ അവിടെ ആ യാ ഇബാദല്ലയുടെ അടിസ്ഥാനത്തിൽ, ദുർബലമായ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ അമല് ചെയ്യാമെന്ന് വാദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിരുന്ന അക്കാലഘട്ടത്തിൽ ജബ്ബാർ മൗലവി ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞതാണ് പിന്നീട് ഇവർ എന്ത് ചെയ്തത്, ജബ്ബാർ മൗലവി അങ്ങനെ ഉദ്ധരിച്ചിട്ടില്ല എന്ന് പറയുന്ന ആ ഭാഗം എടുത്തിട്ട് ആളുകളെ കബളിപ്പിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്ത് വിഷയം വീണ്ടും അട്ടിമറിച്ചു. 2012 നിന്ന് 2014 എത്തിയപ്പോഴേക്ക് കണ്ടോ ഇത് യാ ഇബാദല്ല വിഷയം എന്ന് പ്രചരിപ്പിക്കാനാണ് പിന്നെ ഇവർ ശ്രമിച്ചിട്ടുള്ളത്. ഇങ്ങനെ അവസരത്തിനൊത്ത് സന്ദർഭത്തിനനുസരിച്ച് അവരുടെ സൗകര്യത്തിനനുസരിച്ച് കോട്ടിമാട്ടി തെറ്റിദ്ധരിപ്പിച്ച് ബോധപൂർവം ആളുകളെ കബളിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ഫിത്നയും ഫസാദും ഉണ്ടാക്കുകയുമാണ് ഈ മതപുരോഹിതന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. ഇനി ഇദ്ദേഹം മാത്രമല്ല സഹോദരന്മാരെ, ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തോയനായ മടവൂരിച്ചാരൻ നാസർ സുല്ലമിയും ഇതേ ഇസ്ലാഹി സെൻ്ററിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഈ വിഷയം വളരെ വ്യക്തമായി ഒന്നുകൂടെ പറയും, നിങ്ങൾ കേട്ടോക്ക്. എന്താണ് വിഷയം? ഒരു ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണ്. ആ ഹദീസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് ആ ഹദീസിനെ ഞാനിവിടെ പറയുന്നില്ല. ആ ഒറ്റപ്പെട്ട മരുഭൂമിയിൽ വെച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ജിന്നുകളെ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മലക്കുകളെ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതേപോലെ തന്നെ ആ രൂപത്തിലുള്ള ഒരു വിളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹദീസ് ഏകദേശം 2007 അൽ ഇസ്ലാഹി എന്ന് പറയുന്ന മാസികയിൽ നമ്മുടെ ഒരു പണ്ഡിതൻ എഴുതുകയും ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രബോധന മേഖലയിൽ സുന്നികൾ ആളുകളും മടവൂരികളായ ആളുകളും പ്രസ്ഥാനത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ഭംഗം വരുത്തുന്ന വിധം കുറ്റങ്ങളും പ്രചരണങ്ങളും നുണകളും പ്രചരിപ്പിച്ചു. സഹോദരന്മാരെ, നിങ്ങൾ കേട്ടില്ലേ, 2012 ഈ വിഷയത്തിന്റെ തുടക്കത്തിൽ തന്നെ, ഈ വിവാദങ്ങളുടെ തുടക്കത്തിൽ തന്നെ റിയാദിൽ ഈ വിഷയം എടുത്തിട്ടുകൊണ്ട് സംസാരിച്ച അബ്ദുറഹ്മാൻ സലാഹിയും നാസർ സുല്ലമിയും ഒക്കെ അതിന്റെ തുടക്കത്തിൽ തന്നെ ഈ വിഷയം യാ ഇബാദല്ലയുമായി കണക്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചതാണ് നിങ്ങൾ കേട്ടത്. യാ ഇബാദല്ലയുമാണ് വിഷയത്തിന്റെ വിവാദത്തിന്റെ തുടക്കമെന്ന് അന്ന് നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞു, പഠിപ്പിച്ചു. ഇപ്പോൾ ഇതാ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫൈസൽ മൗലവിയുടെ ചോദ്യത്തിന്, അല്ലെങ്കിൽ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞപ്പോൾ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഈ വിഷയം യാ ഇബാദുള്ളയുമായി ബന്ധമില്ല എന്ന രൂപത്തിലാക്കി തീർക്കാനും, അതുമാത്രമല്ല അതിനു മുമ്പേ പൂർവ്വകാല സലഫുകളുടെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും അതിന് കൊടുത്തിട്ടുള്ള മറുപടികളും അവർക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഈ വാദം ഉപേക്ഷിച്ചിട്ട് 2014 ഇവരെന്ത് ചെയ്തു? അബ്ദുൽ ജബ്ബാർ മൗലവി ഒരു ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറയുന്നുണ്ട്, ഇവരെന്നെ ദുർബലമായ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്തിനങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത്, ഞാൻ അങ്ങനെ ഒരു ഹദീസ് എൻ്റെ ലേഖനത്തിൽ ഉദ്ധരിച്ചിട്ടില്ല. എന്താ പറഞ്ഞത്? ഉദ്ധരിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ അതിനെക്കുറിച്ചൊന്നും മിണ്ടിയിട്ടേ ഇല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു ഹദീസിനെ പറ്റി അദ്ദേഹം മിണ്ടിയിട്ടില്ല. ഹദീസിൽ നിന്ന് ഡയറക്റ്റ് എടുത്തു കൊടുത്ത് പറഞ്ഞതല്ല, അതിൻ്റെ ആശയം മനസ്സിലാക്കിയിട്ട് മൂപ്പര് പറഞ്ഞതാണ്. പക്ഷേ ഇവരുടെ ആരോപണങ്ങൾ തുരുതുരാ വന്നപ്പോൾ അദ്ദേഹം കൃത്യമായി ഇവരുടെ വായടപ്പിനൊരു മറുപടി കൊടുത്തു. അങ്ങനെ ഞാൻ ആ ഹദീസിനെ പറ്റി അതിൽ മിണ്ടിയിട്ടേ ഇല്ല, അതിനെപ്പറ്റി ഞാൻ അങ്ങനെ അവിടെ ആ ഹദീസ് എടുത്ത് കൊടുത്തിട്ടേ ഇല്ല. പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ നിങ്ങൾ എൻ്റെ പേരിൽ അങ്ങനെ ആക്ഷേപിക്കണത് എന്ന് അദ്ദേഹം ചോദിക്കണത്. അപ്പോൾ അവിടെ അങ്ങനെ വ്യക്തമായി ഒരു ഹദീസ് കോട്ട് ചെയ്ത് പറഞ്ഞിട്ടില്ല എന്നർത്ഥം. പക്ഷെ നേരെ മറിച്ച് അതിനൊരാശയം ഉദ്ദേശിച്ചിട്ടില്ല എന്നുണ്ടോ? ഇല്ല. അത് അതിൻ്റെ പൊതുവായി തൗഹീദിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ആ ഹദീസിനെ പൂർവ്വകാല പണ്ഡിതന്മാരൊക്കെ മനസ്സിലാക്കിയ ആശയത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ജബ്ബാർ മൗലവി അത് എഴുതിയിട്ടുള്ളത്. അത് അദ്ദേഹം തന്നെ പറയുന്നത് നമുക്ക് കൃത്യമായി വോയിസിലൂടെ, അദ്ദേഹത്തിൻ്റെ വീഡിയോയിലൂടെ അത് ജീവിച്ചിരിക്കുന്ന തെളിവായി ഇന്നും നിലനിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ. അപ്പോൾ സഹോദരന്മാരെ, ഇവിടെ കൃത്യമാണ് കാര്യം. ഇവർക്ക് യാതൊരു നസീഹത്തുമില്ലാതെ ആളുകളെ എന്തും അവസരത്തിനൊത്ത് മാറ്റിപ്പറയാനും എന്തും ആളുകളെ പറഞ്ഞ് കബളിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും നീളമുള്ള നാക്കിൻ്റെ ഉടമകളായി ഇവർ അധപ്പതിച്ചു പോകുന്നു എന്നതാണ് സമസ്തക്കാരെ പോലെ മടവൂരികളെപ്പോലെ ഹക്കും ബാത്തിലും കൂട്ടിക്കുഴച്ചുകൊണ്ട് ആളുകളെ കബളിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയുമാണ് ഈ പുരോഹിത വർഗം ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഓർത്തുകൊണ്ട് സത്യത്തിലേക്ക് തിരിച്ചു വരണം, യഥാർത്ഥ തൗഹീദിലേക്ക് തിരിച്ചു വരണം. ഹക്കായി മനസ്സിലാക്കാനും ഹക്കിൽ ഉറച്ചു നിൽക്കുവാനും നമുക്ക് സർവശക്തൻ തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കടർത്തല്ല, ചെറിയമുടത്തിൻ്റെ മറ്റുള്ള ആരടുത്തൊന്നും കടർത്തല്ല. മുമ്പ് ഈ വിഷയം കുബൂരികൾ, അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ, അതിന് തെളിവായി ഇത് ഉദ്ധരിച്ചപ്പോൾ അന്ന് പണ്ഡിതന്മാരൊക്കെ അതിന് കൊടുത്ത മറുപടി, ഇബാദുള്ള അയ്യനി എന്ന ഹദീസിന് പണ്ഡിതന്മാർ കൊടുത്ത മറുപടി ഉണ്ടല്ലോ, ആ മറുപടി അവരിത് മനസ്സിലാക്കിക്കൊണ്ട്
ഞാനും പറഞ്ഞു എന്നുള്ളതല്ലാതെ അതില് പിന്നെ മറ്റൊരാളത് കടമെടുത്ത് കൊണ്ട് പറഞ്ഞിട്ടില്ല എന്നതാണ് ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്.